പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ നബിദിനത്തിൻ്റെ മീലാദു ഷരീഫിൻ്റെ പരിശുദ്ധമായ പകലിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ പകലിൽ നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ട 5 കാര്യം, ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യം, ഇതിന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം ലാഭമായി. ഇതിലേതെങ്കിലും ഒന്ന് പാളിയാൽ നമുക്ക് ഈ ദിവസം മുഴുവൻ നഷ്ടമായി. ഏതാ 5 കാര്യം ചെയ്യേണ്ടത്, പാടില്ലാത്ത 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി അൽഫ മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501 തിരുമീലാദു ഷരീഫിൻ്റെ, തിരുനബിദിനത്തിൻ്റെ, തിരുജന്മദിനത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ, മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ആനന്ദത്തിൻ്റെ ലഹരിയിൽ നിലനിൽക്കുന്ന മനോഹരമായ പകലിലാണ് നമ്മളുള്ളത്. ഈ പരിശുദ്ധ പകലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ അവദാനങ്ങളെ, കീർത്തനങ്ങളെ, സ്വലാത്തുകളെ, ഓർമ്മകളെ, സ്മരണകളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി മനസ്സ് നിറച്ച് എൻ്റെ കൂടെ എല്ലാവരും ചേരണം. മർഹബാ യാ നൂറ ഐനി മർഹബാ ജദൽ ഹുസൈനി മർഹബാ അഹ്ലൻ വസഹ്ലാ മർഹബാ യാ ഖൈറ ദാഇ. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ചരിത്രങ്ങൾ ചേർത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആധികാരികമായി തന്നെ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇമാം ബൈഹഖി തങ്ങളുടെ ദലായിലടക്കം വന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ ചേർത്തി വായിച്ചാൽ പരിശുദ്ധമായ മദീനയിൽ അൻസാറുകളായ സ്വഹാബത്തിന് ഭയങ്കരമായ സന്തോഷകരമായ ഒരു വലിയ ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. അന്ന് മദീന മുഴുവനും വലിയ ആഘോഷമാണ്. പെരുന്നാളിന് കാണില്ല അത്ര വലിയ സന്തോഷം. അത്ര വലിയ സന്തോഷത്തിൻ്റെ പെരുന്നാളാഘോഷം പോലെ മദീന ഇളകി മറിഞ്ഞൊരു സന്ദർഭമുണ്ട്. അതെന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വന്ന സന്ദർഭം. സ്വഹാബത്ത് ഇങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു, മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവസവും രാവിലെ മുതൽ ശക്തമായ വെയിലാകുന്നത് വരെ മദീനയുടെ ബൗണ്ടറിയിൽ വന്നുകൊണ്ട്, അതിൻ്റെ അതിർത്തിയിൽ വന്നുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു പോകും. പിറ്റേ ദിവസം വരും, ഇങ്ങനെ നോക്കും. ആദ്യമായി പുണ്യ റസൂലിനെ ഒരു നോക്ക് കാണാൻ, ഇവിടെ വന്നിട്ട് കാണാം. എങ്കിലും ആ ഫസ്റ്റ് വരവെന്ന് കാണാൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് രാവിലെ മുതൽ അവരുടെ തിരക്ക് മാറ്റിവെച്ച് ഇപ്പണിക്ക് വേണ്ടി വന്ന് നിന്നുകൊണ്ടാണ് ഉച്ചക്ക് മടങ്ങിപ്പോകുന്നത് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. നമ്മൾ ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തിനാ സ്വഹാബത്ത് അങ്ങനെ ഡെയിലി വന്നിട്ട് ഇങ്ങനെ നോക്കി നിന്ന് ആ ആദ്യത്തെ വരവ് കാണാൻ വേണ്ടി? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ? ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഒരു ആയത്തുണ്ടോ? മദീനയിൽ നിന്ന് വരുമ്പോൾ ദൂരേന്ന് വരുന്നത് ആദ്യം കാണുന്നത് പുണ്യമാണെന്നോ അത് നിങ്ങൾക്ക് വലിയ സുന്നത്താണെന്നോ അങ്ങനെയൊക്കെ ആയത്തിറങ്ങിയിട്ടുണ്ടോ? ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നു നിന്നത്? അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്നേഹം അങ്ങനെയാണ് മുത്തു റസൂലിനോട്. ഇങ്ങോട്ട് വന്ന് കിട്ടിയപ്പോഴോ സ്വഹാബി, മഹാന്മാരായ സ്വഹാബത്ത്, ഖുർആൻ പിന്നാലെ നടക്കണമെന്ന് പറഞ്ഞ അൻസാറുകളായ സ്വഹാബത്ത് അവരുടെ മക്കളൊക്കെ ദഫൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചുമ്മാ പാട്ടുപാടല്ല, ദഫ് മുട്ടിയിട്ടാണ് പാടുന്നത്. നഹ്നു ജിവാരിൻ മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. ഞങ്ങളുടെ അയൽവാസിയായി മുത്തു റസൂലിനെ കിട്ടിയല്ലോ എന്ന് പറയുന്ന സന്തോഷത്തിൽ അവർ പ്രവാചക പ്രകീർത്തനത്തിന്റെ പടപ്പാട്ട് പാടുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വിദാഇ വജബാ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. മൗലിദ് കിതാബിന്റെ വരിയിൽ കാണുന്ന ഈ വരിയൊക്കെ മൊല്ലാക്കന്മാരുണ്ടാക്കിയതല്ല, സ്വഹാബത്തിന്റെ വരിയ, മഹാന്മാരായ അൻസാറുകൾ പാടി പറഞ്ഞ വരികളായി കാണുന്നത്. ഗൗരാലോചിച്ച് നോക്കണം. ഇത് നിഷേധിക്കാൻ ആർക്കാ പറ്റാ പ്രിയപ്പെട്ടവരെ? ഈ മഹാന്മാരായ സ്വഹാബത്ത് പാടിപ്പറഞ്ഞ വരികളുടെ ബാക്കിയാ ഇന്നും ഈ ഉമ്മത്ത് പാടുന്നത്. അങ്ങനെ ദഫ് മുട്ടി, ഞാൻ ചോദിക്കട്ടെ, ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏതെങ്കിലും ഹദീസിൻ്റെ ഒരു വെളിച്ചമുണ്ടോ? ഞാൻ മദീനയിലേക്ക് വരുമ്പോൾ ദഫ് മുട്ടി പാട്ടുപാടണമെന്ന് ആയത്തുമില്ല, ഹദീസുമില്ല. മദ്ഹബിൻ്റെ ഇമാമികൾ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്വഹാബത്ത് അങ്ങനെ ചെയ്തത്?
അത് സ്നേഹത്തിൻ്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടല്ലോ, ഈ ദഫ് മുട്ടി പാടുന്ന മദീനയിൽ കാണുന്ന വലിയ ആഘോഷ സമ്മേളനം ആലോചിച്ച് നോക്കണം. ഭയങ്കര, വീട്ടിൻ്റെ അകത്ത് ഒരു കുട്ടി പോലും ഇല്ല എന്നാണ്, സ്ത്രീകൾ എല്ലാവരും പുറത്തിയാടി. എന്നിട്ട് അവിടുത്തെ സ്വാഗതം ചെയ്തു. ആ ദിവസം ഏതാണ് എന്നുള്ള ചർച്ചയിൽ പല ചർച്ചകളും വന്നിട്ടുണ്ട്. അതിൽ ഒരു ചർച്ച എന്താണെന്നറിയോ? മഹത്തുക്കളായ ഉലമാഇൻ്റെ ചർച്ച, ചരിത്രകാരന്മാരുടെ ചർച്ച. അത് റബീഉൽ അവ്വൽ 12 ആയിരുന്നു എന്നാണ്. അപ്പോൾ എല്ലാം കൂടെ സമ്മേളിച്ച മനോഹരമായൊരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ വലിയ ആനന്ദകരമായ സന്തോഷകരമായ സന്ദർഭങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിഞ്ഞ. സ്വഹാബത്ത് അങ്ങനെയാണ് സ്നേഹിച്ചത്, അങ്ങനെയാണ് ദീൻ വിലക്കാത്ത മുഴുവൻ കാര്യങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഖുർആനും ഹദീസും അനുവാദം തന്ന വിഷയമാണ്. ഇത് തിരുത്താൻ ലോകത്തൊരു പടപ്പിനും പറ്റില്ല. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന സ്നേഹപ്രകടനത്തിന് ഖുർആനും തിരുസുന്നത്തും നിരോധനം പറയാത്ത ഏതു കാര്യങ്ങൾ കൊണ്ടും ആവാം. അതിന് പ്രത്യേകമായ ആയത്തിങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് നാട് വിട്ടു പോകുന്നുണ്ട്. ഞാനിവിടെ നിൽക്കില്ല എന്ന്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആയത്തുണ്ടോ ഇവിടെ നബിതങ്ങൾ വഫാത്തായ മദീന രാജ്യം വിട്ടു പോകണമെന്ന്? ഇല്ല. സ്നേഹം കൊണ്ടവർക്ക് നിൽക്കാൻ പറ്റാതെ പോയി. തന്നെ സ്നേഹത്തിൻ്റെ കൈഫിയത്ത് ഇൽഹാർ ചെയ്യാൻ അതിന് കൈഫിയത്തേ ഇല്ല, രൂപമില്ല. എങ്ങനെയും ഇസ്ലാം അനുവദിച്ച രീതിയിൽ നമുക്കതിൻ്റെ പ്രകടനങ്ങളാകാം. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മീലാദു ഷരീഫിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നത്തെ ദിവസത്തിലുള്ള സന്തോഷം. അത് ഓൾറെഡി ഈമാൻ ഉണ്ടായാൽ മതി. ഈമാനുമായി റിലേറ്റഡ് ആണ്. ഇച്ചിരി ഈമാൻ ഉണ്ടെങ്കിൽ ഈ ദിവസത്തിൽ മീലാദു ഷരീഫിൻ്റെ ദിവസത്തിൽ സന്തോഷം ഉണ്ടാവും. പിന്നെ അത് മറച്ചു വെക്കണം, ബലമായിട്ട് മറച്ചു വെക്കണം. അതിങ്ങനെ പുറത്തേക്ക് കാണിക്കാതെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഇസം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധമായി മൂടി വെക്കണം. എന്നാലും ഉള്ളിൽ കിടന്ന് ഈമാൻ ഉണ്ടെങ്കിൽ ഒരു ചലനം ഉണ്ടാവും. അൽഹംദുലില്ലാ എന്ന് വന്നു പോവും. അതുമില്ലാത്തവരാ എന്ന് പറയുമ്പോൾ അല്ലേ, അബൂലഹബിൻ്റെ പോലും ഭാഗ്യം ലഭിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദയനീയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ സന്തോഷം അത് മസ്റ്റാണ്, അതുണ്ടാകണം. കാരണം ആ സന്തോഷം എന്ന് പറയുന്നത് ഒരു ശുക്റാണ്, നന്ദി കാണിക്കലാണ്. നന്ദിയുള്ളവരാകണം നമ്മൾ. രണ്ടാമത്തത് അവിടുത്തെ മഹബത്താണ്, സ്നേഹം. അവിടത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിലെ ഘോഷയാത്ര, അന്നദാനം, എല്ലാ സംഗതികളും എല്ലാ നാട്ടിലും മഹലിലും നടക്കുന്നത്. സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ട് ചെയ്തു പോകുന്നതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഉമ്മത്തെ ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരിഷ്ടം കൊണ്ട് ചെയ്തു പോകുന്നതാണ് മഹബത്ത്. ആ മഹബത്തിന് അള്ളാഹു നൽകാൻ പോകുന്നത് എന്താണെന്നറിയൂ? എന്താ? കേവലം ഒരു റക്അത്ത് നിസ്കാരത്തിൻ്റെ കൂലിയൊന്നുമല്ല. മഹബത്തിൻ്റെ ഫീഡ്ബാക്ക് മഅയ്യത്താണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും സ്വർഗത്തിലും മുത്തുനബി തങ്ങളുടെ കൂടെ ആയിരിക്കും. അത് ആ മഹബത്ത്, സ്നേഹത്തിൻ്റെ പ്രതിഫലം മഅയ്യത്താണ്. കൂടെ ആവുക, ആ സൗഭാഗ്യം കിട്ടും. മാത്രമല്ല മഹല്ലികൾ, മദ്രസകളിൽ സംഘടിപ്പിക്കുന്ന ഘോഷയാത്രകളൊക്കെ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കണം. നമ്മളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മനോഹരമായ ജനനത്തിൻ്റെ, അവിടുത്തെ വരവിൻ്റെ ആ വലിയ ആദർശത്തിൻ്റെ, ആശയത്തിൻ്റെ സമുന്നതമായ മേഖലകൾ സമൂഹത്തിന് സമുദ്ധരിക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മാന്യമായി, ഘോഷയാത്രയ്ക്ക് ഏറ്റവും മാന്യമായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകൾ സമൂഹത്തിന് സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആ സന്തോഷങ്ങളിൽ പങ്കെടുക്കുക. അതിലൊക്കെ സജീവമാകണം, ആരും അറിയിക്കാൻ പാടില്ല. നാലാമത്തെ മധുരം കൊടുക്കുക എന്ന് പറയുന്ന അത് വലിയ സന്തോഷകരമാണ്. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. ഈ പരിപാടിയിൽ, ഈ സ്വലാത്തിൽ, മദ്ഹ് കീർത്തനത്തിൽ, ഈ അഭിമാനത്തിൻ്റെ സന്തോഷ സുദിനത്തിൽ മധുരം വിതരണം ചെയ്യുക. ഇതൊക്കെ വലിയ നല്ല നെയ്യത്തുണ്ടെങ്കിൽ ഭയങ്കര കൂലിയാണ് കിട്ടുന്നത്. കൊച്ചുകുട്ടികൾക്ക് ചെറിയ മിഠായി കൊടുത്തു എന്ന് പറഞ്ഞാൽ കാര്യം നിസ്സാരമാണ്, പക്ഷേ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. ഇതൊക്കെ നെയ്യത്തും ഈമാനൊക്കെ വേണം, അപ്പോഴേ ഇത് മനസ്സിലാകുന്നത്, ചെയ്യാൻ പറ്റുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, അന്നദാനം, ഭക്ഷണ വിതരണത്തിൽ സഹകരിക്കുക. സാമ്പത്തികമായും ശാരീരികമായും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിസ്വാർത്ഥരായി ഒന്നും പ്രതീക്ഷിക്കാതെ ഓടി നടന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിന് വലിയ മഹത്വമാണ്.
അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അത് കഴിക്കണം, വിതരണം മാത്രം പോരാ, മൗലിദിൻ്റെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മഹത്തുക്കളായ ഉലമാഇൻ്റെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. മൗലിദിൻ്റെ, സ്വലാത്തിൻ്റെ, മദഹിൻ്റെ മജ്ലിസുമായി റിലേറ്റഡായ ഭക്ഷണം ഒരാൾ കഴിക്കാൻ പറഞ്ഞാൽ 1000 റഹ്മത്തുകൾ കൽബിലേക്ക് ഇറങ്ങുന്ന പുണ്യമാണ്. ഒരുപാട്, കാരണം ഇതൊരു ഇബാദത്തിൻ്റെ ഭക്ഷണമാണ്, ഇതൊരു നന്മയുടെ ഭക്ഷണമാണ്. ഈ നന്മയുടെ ഭക്ഷണത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ചേർക്കണം, എല്ലാവരെയും ചേർക്കണം. നബിദിനത്തിന് നമ്മുടെ കയ്യിലേക്ക് വന്നു കിട്ടുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, അതൊരു എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ അയൽവാസികളായ കൃഷ്ണൻകുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ മറക്കാൻ പാടില്ല. അത് നമ്മുടെ അയൽവാസികളായ ജോസഫിന് കൊടുക്കാൻ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിൽ, അവിടുത്തെ റഹ്മത്തിൽ എല്ലാവരും ഭാഗവാക്കാകും. അപ്പോൾ അത് നമ്മൾ വിതരണം ചെയ്യണം, കൊടുക്കണം. തീർച്ചയായിട്ടും അവരെ കൂടെ പരിഗണിച്ചിട്ട് വേണം വീട്ടിൽ, നമ്മുടെ അയൽവാസികളായ ഹൈന്ദവരെ, ക്രൈസ്തവരെ പരിഗണിച്ചിട്ട് വേണം അന്നത്തെ ദിവസം പായസം ഉണ്ടാക്കാനും. എന്തും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അത് ഏറ്റവും വലിയ നന്മയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അത് കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു കൊടുക്കണം. വലിയ മഹത്വവും വലിയ ഗുണം കിട്ടുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ നോക്കാം. ഈ ദിവസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം, തീരെ സന്തോഷമില്ലാത്ത, ഇന്ന് മുഖം തെളിയാത്ത ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും വലിയ തൗഫീഖ് കേടാണ്, നിർഭാഗ്യമാണ്, ഭാഗ്യമില്ലായ്മയാണ്. ഇന്ന് സന്തോഷമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ഈ ലോകത്തേക്ക് അള്ളാഹു സമ്മാനം കൊടുത്തയച്ച ദിവസമാണ്. ആ ദിവസം കയറി വന്നു, അതിൻ്റെ ഓർമ്മ വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുക. എന്നാലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ മോൻ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരിക, ആ മടങ്ങി വന്ന ദിവസം, ആ സന്തോഷകരമായ ദിവസം, അല്ലെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞുണ്ടായ ഒരു സന്തോഷകരമായ ദിവസം, അന്ന് ആ നിഅമത്തിനെ കുറിച്ച് ഓർക്കുന്നേ ഇല്ല, വേറെ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുക എന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യക്കേടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് മുഖം കറുത്ത് സന്തോഷമില്ലായ്മയും ഇത്തരം സന്തോഷ പ്രകടനങ്ങളെയൊക്കെ കടന്നൽ കുത്തിയ പോലത്തെ മുഖമായുള്ള നോട്ടൊക്കെ ഉണ്ടാകാമെന്ന് പറയുന്നത് ഒരിക്കലും പാടില്ല. അപ്പോൾ ഇന്ന് സന്തോഷമില്ലാതിരിക്കുക എന്നുള്ളത് നമുക്കുണ്ടാകാനേ പാടില്ല. സന്തോഷമുണ്ടാകണം നമ്മൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒന്നും പറയാതിരിക്കുക എന്ന് പറയുന്നത് കുഫറാനു നിഅമത്ത് കിട്ടിയിട്ട് അതിന് നന്ദി കേട് കാണിക്കലാണ്, ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഒന്നും ദിക്ർ ചെയ്യാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടത്തോട് മഹബ്ബത്തുള്ള, സ്നേഹമുള്ള ആളുകൾക്ക് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നേരത്തേക്ക് കുറച്ച് മുമ്പേ ഇത്തരം പ്രോഗ്രാമുകളെയെല്ലാം വളരെ മോശമാണ്, അത് ഏറ്റവും മോശകരമായ ബിദ്അത്താണ്, അല്ലെങ്കിൽ അത് ശിർക്കാണ്, അല്ലെങ്കിൽ അത് കുഫറാണ്, അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പലരും പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പരിശുദ്ധമായ മീലാദു ശരീഫിൻ്റെ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ ഓർമ്മകളുടെ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകം അതൊക്കെ നടത്തി വരുന്നതായി കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊക്കെ വലിയൊരു മാറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിക്കറില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും സ്മരണകളും പറയലൊന്നുമില്ലാതെ, മഹബത്തില്ലാതെ, സ്നേഹം ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ ഇന്നുണ്ടാവുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത്, ഇന്ന് മനോഹരമായി മഹല്ലുകളിൽ വിതരണം ചെയ്യുന്ന മുത്തബറക്കായ ബറക്കത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ, മദ്ഹിൻ്റെ പുണ്യങ്ങളുടെ പേരിൽ നാട്ടുകാർക്കും മുഴുവൻ ജനങ്ങൾക്കും വിതരണം ചെയ്യുന്ന മഹല്ലിൻ്റെ ഭക്ഷണങ്ങളുണ്ടല്ലോ, ആ ഭക്ഷണങ്ങളിൽ യാതൊരു നിലക്കും ബന്ധപ്പെടാതിരിക്കുക, അത് കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി രോഗമാണെങ്കിൽ പോലും അതിൽ നിന്ന് ബറക്കത്തൽപ്പം കഴിക്കണം, വേണ്ടെന്ന് പറയാൻ പാടില്ല. അത് കഴിക്കാതിരുന്ന് അതിനെ പിന്നെ മാറ്റിവെക്കുന്ന പരിപാടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ പ്രത്യേക ബറക്കത്തുണ്ടാകും, ഖൈറുണ്ടാകും. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ സഹോദര സമുദായങ്ങൾക്കും ഇന്നത്തെ ഘോഷയാത്രയിലും പരിപാടികളും ഭക്ഷണം കൊടുക്കുന്നതിലൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ അയൽക്കാരെയൊക്കെ പരിഗണിച്ചു കൊടുക്കണം. ഇനി നാലാമത്തത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, പ്രവാചക സ്നേഹികളാണ് എന്നവകാശപ്പെടുന്ന ഈ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ഇന്ന് പൊതുനിരത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയ അദബ്, മര്യാദ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്, ഏത് നേതാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് തെരുവിലിറങ്ങിയത് ഈ ഉമ്മത്ത്,
എന്ന് മറ്റുള്ള സമുദായം പഠിച്ചു മനസ്സിലാക്കണം. ഒരു കാരണവശാലും അകാരണമായി വഴി തടസ്സമുണ്ടാക്കുന്ന ഇമാത്തത്തുല്ലദാ അനി ത്വരീഖ്, അത് ഈമാനിൻ്റെ കഷണമാണ് എന്ന് പഠിപ്പിക്കാമെന്ന മുത്തുനിബിതങ്ങളുടെ ജീവിതത്തിൻ്റെ ഓർമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടി പുറത്തിറങ്ങിയ ഒരാൾക്ക് വഴി തടസ്സാക്കാൻ പറ്റില്ല. പക്ഷെ അത്രയൊക്കെ വേണം, മനോഹരമാക്കണം, അത് പ്രത്യേകം നിയന്ത്രിക്കണം. അതിൻ്റെ അധികാരപ്പെട്ടവർ കൃത്യമായ നിയന്ത്രണം വേണം. ചുമ്മാ ഇന്ന് ചില ആളുകൾ, ഞാൻ തന്നെ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ന് കുറച്ചൊക്കെ വഴി മുടങ്ങണമെന്ന്. അതൊരിക്കലും പാടില്ല. അത് മുഹമ്മദീയത്തിൻ്റെ മാർഗമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഒരു നിലക്കും അനാവശ്യമായ ബ്ലോക്കുകൾ ഉണ്ടാക്കുക. നമ്മളെക്കൊണ്ട് ശക്തമായ നിയന്ത്രണം വേണം. അതൊക്കെ പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, നിസ്കാരം ശ്രദ്ധിക്കാതെ പോകുന്നൊരവസ്ഥ ഇന്ന് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടതിൻ്റെ മറ്റു കാര്യങ്ങളുമായി എൻഗേജഡ് ആകുമ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം അത് നമ്മുടെ അടിസ്ഥാന ഒരു തിരിച്ചറിയൽ രേഖയാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണെന്നുള്ളതിൻ്റെ. അത് പഠിപ്പിക്കാനാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതൊക്കെ ഓർക്കണം. നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരിക്കലും ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഓർത്ത് ചെയ്യണം. അല്ലാഹു ഇന്നത്തെ പരിശുദ്ധമായ ദിനത്തിൻ്റെ, മീലാദുൽ ശരീഫിൻ്റെ നബിദിനത്തിൻ്റെ എല്ലാ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇത് ഇന്നത്തെ നബിദിനത്തോടെ തീരാൻ പാടില്ല. വീക്കിലി എല്ലാ ആഴ്ചയിലും നബിദിനമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചയായി പറഞ്ഞ സ്വഹീഹ് മുസ്ലിമിലൊക്കെ ഹദീസ് കാണാം. എല്ലാ ആഴ്ചയിലും നബിദിനമുണ്ട്. ആ നബിദിനത്തെ ഞാൻ പരിഗണിക്കുകയാണ്, നിങ്ങളും പരിഗണിക്കണമെന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാ ആഴ്ചയിലും നബിദിനം കഴിക്കണം, വർഷത്തിൽ മാത്രം പോരാ. അത് ഈമാൻ കൂടുന്തോറും അങ്ങനെ ആയി വരും. ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ചയിൽ വെറൈറ്റി അമലുകൾ കണ്ടപ്പോൾ, നോമ്പൊക്കെ കണ്ടപ്പോൾ ചോദിച്ചല്ലോ, എന്തിനാ നോമ്പ്, എന്തിനാ ഇങ്ങനെ ഒരു അമല് എന്ന് ചോദിച്ചല്ലോ, എന്താ ഇന്നത്തെ പ്രത്യേകത? സ്വഹീഹായ ഹദീസിൽ കാണാം. അപ്പോൾ ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ച എൻ്റെ നബിദിനത്തിൻ്റെ ദിവസം ഇന്ന്, ബാക്കിയുള്ള ദിവസങ്ങളെ പോലെ അല്ല എന്ന് മറുപടി പറയുന്നുണ്ട് സ്വഹീഹായ ഹദീസിൽ. അപ്പോൾ വീക്കിലി, ആഴ്ചയിൽ നമ്മൾ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ള പരിശുദ്ധമായ മനോഹരമായ തിങ്കളാഴ്ചയുടെ അമലുകളുമായിട്ട് എൻഗേജഡ് ആവണം. ഒക്കെ ഓർമ്മ വേണം. അല്ലാഹു എല്ലാ ബറക്കത്തും നൽകട്ടെ. പുണ്യ നബിയുടെ ഹക്ക് കൊണ്ട് എല്ലാ ഖൈറും നൽകട്ടെ. എല്ലാ ശർറിൽ നിന്ന് കാവൽ നൽകട്ടെ. നമുക്ക് ഇരുവീട്ടിലും, പ്രത്യേകിച്ച് അൻവാർ ഫജൻ്റെ കുടുംബം, അല്ലാഹു മുത്തുനബിതങ്ങളുടെ ജിവാറിൽ വിജയം അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله